തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയിൽ ഗുരുതര വീഴ്ചയെന്ന് പരാതി. രോഗിയുടെ നെഞ്ചിൽ സർജിക്കൽ ട്യൂബ് കുടുങ്ങിയെന്ന് പരാതി. തൈറോയ്ഡ് ശസ്ത്രക്രിയ നടത്തിയ രോഗിയുടെ നെഞ്ചിലുള്ളത് 50 സെന്റിമീറ്റർ നീളം വരുന്ന ട്യൂബാണ്. ശ്വാസമുട്ടലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ട്യൂബ് കണ്ടെത്തിയിരിക്കുന്നത്. 2023 മാർച്ചിന് കാട്ടാക്കട മലയൻകീഴ് സ്വദേശി സുമയ്യയ്ക്ക് നടത്തിയ ശസ്ത്രക്രിയയിലാണ് ഈ പിഴവുണ്ടായിരിക്കുന്നത്. ബന്ധുക്കൾ DMOയ്ക്ക് പരാതി നൽകി. നിലവിൽ ഡോക്ടർ കൈയൊഴിഞ്ഞ സ്ഥിതിയെന്ന് സുമയ്യ ആരോപിച്ചു. സനിസ ശോഭാചന്ദ്രൻ ചേരുന്നു. സനിസ, കോഴിക്കോട്ട് ഇതുപോലെ വീണ്ടും ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയാണ്, ഗുരുതരമായ വീഴ്ചയാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് അവരുടെ പരാതി? DMOയ്ക്ക് നൽകിയ പരാതിയിൽ എന്ത് നടപടിയെടുക്കും? ധന്യ, 2023 മാർച്ച് 22-നാണ് കാട്ടാക്കട മലയൻകീഴ് സ്വദേശി സുമയ്യ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്ക് വിധേയാകുന്നത്. ഈ രോഗിയുടെ നെഞ്ചിലുള്ളത് 50 സെന്റിമീറ്റർ നീളം വരുന്ന ട്യൂബാണ്. ഈ ശസ്ത്രക്രിയയിൽ ഈ ട്യൂബ് അവരുടെ നെഞ്ചിൽ വയ്ക്കുകയും പിന്നീട് 2 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ തന്റെ നെഞ്ചിൽ ഒരു ട്യൂബ് കുടുങ്ങിയിട്ടുണ്ടെന്ന് മറ്റൊരു ചികിത്സയുടെ ഭാഗമായിട്ടാണ് സുമയ്യ അറിയുന്നത് പോലും. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു വലിയ വീഴ്ചയുണ്ടായത്. ശ്വാസമുട്ടലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ സുമയ്യയുടെ അടുത്തു നിന്നും ഇത്തരത്തിലൊരു ട്യൂബ് കണ്ടെത്തിയത്. ട്യൂബ് നീക്കം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ആദ്യഘട്ടത്തിൽ സുമയ്യയോട് ഈ ട്യൂബ് നീക്കം ചെയ്യാമെന്നും ഇതൊരു പ്രശ്നമാക്കരുതെന്നും ഡോക്ടർമാർ അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്ന് ഇതിന്റെ പരിശോധനകൾ നടത്തിയപ്പോൾ ഇത്തരത്തിൽ ഈ ട്യൂബ് നീക്കം ചെയ്താൽ സുരയ്യയുടെ ഹാർട്ടിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടാകുമെന്നും രക്തധമനികളെ അത് ബാധിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നു. തുടർന്ന് ഈ ഡോക്ടർമാർ സുമയ്യയെ കൈയൊഴുകുകയായിരുന്നു. ഇതിൽ DMOയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ശ്വാസമുട്ടലും കാഴ്ചക്കുറവ് അടങ്ങിയ ഒട്ടനവധി അസുഖങ്ങൾ ഇപ്പോൾ സുമയ്യയെ വേട്ടയാടുന്നുണ്ട്. ശസ്ത്രക്രിയ നടത്തിയത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ രാജീവ് കുമാറാണ്. നിലവിൽ ഡോക്ടർ ഇവരെ കൈയൊഴിഞ്ഞ അവസ്ഥയാണ്. ഈ വലിയ തരത്തിലുള്ള ഒരു മേജർ സർജറി തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുണ്ട്. അതിന് വലിയ തുക ആവശ്യമായി വരും. ഈ തുക ഇവർ ഈ ഡോക്ടറോട് അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയ ഒരു ഗുരുതര വീഴ്ചയല്ലേ, ഈ തുക ഡോക്ടറോട് ചോദിച്ചു. പക്ഷേ അവരെ കൈയൊഴിയുകയായിരുന്നു. ധന്യ. ശരി സനിസ.